നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ യമുന തീരത്ത് നടന്നു. ജനുവരി 14 നടക്കുന്ന ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് മകരച്ചൊവ്വ നടത്തിപ്പുമായി ബന്ധപ്പെട്ട യോഗം മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അപലപനീയമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. DCC ഓഫീസിൽ മൻമോഹൻ സിംഗ് അനുസ്മരണം തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അയോഗ്യനായ കൌൺസിലർ PR അരവിന്ദാക്ഷൻ പങ്കെടുത്ത ജനറൽ കൌൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യമുന തീരത്തെ നിഗംബോധ് ഘട്ടിൽ അന്ത്യവിശ്രമം. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും പ്രതിപക്ഷ നേതാക്കളുമടക്കം പ്രമുഖർ സാക്ഷ്യം വഹിച്ചു. രാവിലെ 9 മണിയോടെ ഭൗതിക ശരീരം വസതിയിൽ നിന്ന് AICC ആസ്ഥാനത്തെത്തിച്ചു. ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. മൻമോഹൻ സിംഗ് മരിക്കുന്നില്ലെന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നുവെന്നുമുള്ള മുദ്രാവാക്യങ്ങളുമായി പ്രവർത്തകർ തടിച്ചുകൂടി. 1 മണിക്കൂർ പൊതുദർശനത്തിനു ശേഷം വിലാപയാത്രയാണ് സംസ്കാര ചടങ്ങുകൾ നടന്ന നിഗംബോധ് ഘട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോയത്. ജനുവരി 14 നടക്കുന്ന ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രത്തിലെ മകരോത്സവ മഹോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെയും ദേവസ്വം ഭാരവാഹികളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും യോഗം റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, മെമ്പർ ജയകുമാർ ആദംകാവിൽ, ADM T മുരളി, സോഷ്യൽ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ K മനോജ്, ക്ഷേത്രം പ്രസിഡന്റ് KK രാജേഷ്, റവന്യൂ, പോലീസ്, സോഷ്യൽ ഫോറസ്ട്രി, KECB, വാട്ടർ അതോറിറ്റി, NHAI, മൃഗസംരക്ഷണം, ഫയർഫോഴ്സ്, ഹെൽത്ത് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ക്ഷേത്ര ഭാരവാഹികളും പങ്കെടുത്തു. മകരച്ചൊവ്വ ദിവസം ദേശീയപാതയിൽ ആവശ്യമായ വെളിച്ചത്തിനുള്ള സംവിധാനവും ഗതാഗത സംവിധാനവും NHAIയുടെ നേതൃത്വത്തിൽ ഒരുക്കും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് നാട്ടാന പരിപാലന ചട്ടം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും എല്ലാ സമയവും വൈദ്യുതിയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പുവരുത്താനും ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റും ക്രമസമാധാന പരിപാലനവുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പോലീസ് സേനയെ വിന്യസിക്കാനും തീരുമാനിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ യൂണിറ്റുകൾ സജ്ജീകരിക്കും. 3 ആംബുലൻസുകളുടെ സേവനമുണ്ട്. പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഭാരവാഹികളുടെയും പോലീസ്, സോഷ്യൽ ഫോറസ്ട്രി, മൃഗസംരക്ഷണ വകുപ്പ്, ക്ഷേത്ര ഭാരവാഹികൾ എന്നിവരുടെയും സംയുക്ത യോഗം ജനുവരി 5 ചേരും. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അപലപനീയമെന്ന് കാന്തപുരം. പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ജീവിതാന്തരീക്ഷം ഉറപ്പാക്കണം. മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷമാണെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ന്യൂനപക്ഷമാണ്. അവിടെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണം. ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണം. SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവമായ ശ്രമമുണ്ട്. ആരും അതിന് വളം വയ്ക്കരുത്. ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതരമായി ചിന്തിക്കുന്നു. പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ റിഹിയ റോഡസ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഗലൂലിൽ ബുഖാരി പ്രാർത്ഥന നടത്തി. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ സഖാഫി അധ്യക്ഷനായി. റവന്യൂ മന്ത്രി കെ രാജൻ, ബെന്നി ബെഹനാൻ MP, പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, M മുഹമ്മദ് സഖാഫി എന്നിവർ സംസാരിച്ചു. ഇന്നും നാളെയും സമ്മേളനം തുടരും. വൈകുന്നേരം 5 പൗരാവകാശ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷനാകും. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പ്രഭാഷണം നടത്തും. നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ്, കൾച്ചറൽ ഡയലോഗ് എന്നീ ഉപപരിപാടികളും നടക്കുന്നു. 10,000 സ്ഥിരം പ്രതിനിധികളും 25,000 അതിഥി പ്രതിനിധികളും പങ്കെടുക്കുന്നു. വിപുലമായ എക്സ്പോയും ദേശീയ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഒരു
സ്ഥലം തീ കൊടുത്ത് ചുട്ടതായി ഇന്നലെ റിപ്പോർട്ട് വന്നു. ആരാണ് ചുട്ടത് എന്ന് നമുക്കറിയില്ല, നമ്മളതിൽ തീരുമാനവും എടുക്കുകയില്ല. ഏതായിരുന്നാലും അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു സമയത്തും എവിടെയും ഉണ്ടാകാൻ പാടില്ല. അവരുടെ ആരാധനകളും അവരുടെ ചിട്ടകളും അവർ കൊണ്ട് നടക്കുന്നു. നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ചിട്ടയും നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരിക്കലും നാം എന്തെങ്കിലും ശക്തി ഉപയോഗിച്ച് അത്തരം ആശയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ പ്രഖ്യാപനം. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രി പദം ആകസ്മികമായി സംഭവിച്ചതല്ലെന്നും ചരിത്ര നിയോഗമായിരുന്നുവെന്നും മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. തകർന്നുപോയ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ രക്ഷകനായി മൻമോഹൻ സിംഗ് രാജ്യത്തെ ജനങ്ങളുടെ സാമൂഹ്യനീതി ഉറപ്പുവരുത്തി. വിമർശനങ്ങളും ആക്ഷേപങ്ങളും ശാന്തനായി കേട്ടു. ദീർഘവീക്ഷണത്തോടെ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അദ്ദേഹത്തെ തലമുറകളുടെ പ്രധാനമന്ത്രിയായി വിശേഷിപ്പിക്കാം. തൊഴിലുറപ്പ് നിയമവും ഭക്ഷ്യസുരക്ഷാ നിയമവും വിദ്യാഭ്യാസ സംരക്ഷണ നിയമവും അദ്ദേഹത്തിന്റെ ഭരണനാളുകളിലെ തിളങ്ങുന്ന അധ്യായങ്ങളാണ്. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി DCCയിൽ നടത്തിയ അനുശോചന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു തേറമ്പിൽ. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, അനിൽ അക്കര, ജോസഫ് ചാലിശ്ശേരി, TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. പാവങ്ങളുടെ സർക്കാരാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ അടുത്ത തലമുറകളിൽ മൻമോഹൻ സിംഗ് തലമുറകളെ മുന്നിൽ കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോട് വർദ്ധിച്ച ഒരു മഹൽ വ്യക്തി. അദ്ദേഹവുമായി ഇടപെടാൻ എനിക്ക് അവസരമുണ്ടായി. നിയമസഭയുടെ സ്പീക്കർ എന്ന നിലയ്ക്ക് നിയമസഭ അങ്കണത്തിൽ ചിരകാലമായി ആഗ്രഹിച്ച മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ ഡോക്ടർ അംബേദ്കറുടെയും പൂർണ്ണകാല പ്രതിമകൾ അനാച്ഛാദനം ചെയ്യാൻ അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗാണ്. അയോഗ്യനായ കൌൺസിലർ PR അരവിന്ദാക്ഷൻ പങ്കെടുത്ത ജനറൽ കൌൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ ജനറൽ കൌൺസിൽ യോഗം അയോഗ്യനായ PR അരവിന്ദാക്ഷൻ എന്ന കൌൺസിലർ പങ്കെടുത്തതിനെ തുടർന്ന് പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകി ബഹിഷ്കരിച്ചു. അയോഗ്യനായ ഒരാളെ ജനറൽ കൌൺസിലിൽ ഇരുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സെക്രട്ടറിയും ചെയർമാനും ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ പറഞ്ഞു. കഴിഞ്ഞ 4 മാസക്കാലമായി നഗരസഭയുടെ മിനിറ്റ്സ് കോപ്പി കൌൺസിലിൽ നൽകിയിട്ടില്ല. തീരുമാനങ്ങൾ അറിയണമെങ്കിൽ വിവരാവകാശം കൊടുത്തു വാങ്ങേണ്ട ഗതികേടാണ്. മുനിസിപ്പൽ ചട്ടങ്ങളും നിയമങ്ങളും മുഖവിലക്കെടുക്കാതെ സെക്രട്ടറിയും ചെയർമാനും കൂടി നടത്തുന്ന പ്രഹസനങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല, നിയമപരമായി നേരിടും. വികസന വിരോധികളാണ് പ്രതിപക്ഷം എന്ന ചെയർമാന്റെ ആരോപണത്തിന് മാസ്റ്റർ പ്ലാൻ ഐക്യകണ്ഠേന അംഗീകരിച്ചൊരു നഗരസഭയാണ് വടക്കാഞ്ചേരിയെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷം ഒപ്പം നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യും. നഗരസഭയുടെ കൊള്ളരുതായ്മ കണ്ട് കണ്ണടയ്ക്കാൻ കിട്ടില്ല. ശക്തമായി പോരാടുമെന്നും K അജിത് കുമാർ പറഞ്ഞു. കൌൺസിലർമാരായ KT ജോയ്, PN വൈശാഖ്, സന്ധ്യ കൊടക്കാടത്ത്, ബുഷ്ര റഷീദ്, ബിജീഷ് ഭാസ്കരൻ എന്നീ പ്രതിപക്ഷ കൌൺസിലർമാരും വിയോജനം രേഖപ്പെടുത്തി. വടക്കാഞ്ചേരി നഗരസഭയിൽ ഇന്ന് കൂടിയ ജനറൽ കൗൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 2 കാരണങ്ങളാണ് ബഹിഷ്കരിക്കാനുള്ളത്. ഒന്ന്, ഭരണഘടന പ്രകാരം അയോഗ്യനായ PR അരവിന്ദാക്ഷൻ എന്ന കൗൺസിലർ, മുൻ കൗൺസിലർ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തിരിക്കുക. കഴിഞ്ഞ യോഗത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുത്തു. അന്ന് പ്രതിഷേധമുണ്ടാക്കി പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോന്നു. നഗരസഭാ യോഗം എല്ലാവർക്കും കയറിയിരിക്കാവുന്നതല്ല. ഇനി ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വിസിറ്റേഴ്സ് ഗാലറിയിലാണ് ഇരിക്കേണ്ടത്. അപേക്ഷ കൊടുത്ത് വിസിറ്റേഴ്സ് ഗാലറി ഇവിടെ ഇല്ല, പത്രക്കാർക്കുള്ള ഗാലറിയും ഇല്ല. പത്രക്കാർ അതിൻ്റെ പ്രതിഷേധം ഇന്ന് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇന്ന് അത് യോഗ്യമായൊരു യോഗത്തിലെ ഞാനത് പ്രസൻറ്റ് ചെയ്യും.
പത്രക്കാർക്ക് ഇരിക്കാൻ നഗരസഭയിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഇന്ന് കത്ത് എനിക്ക് തന്നിരിക്കുകയാണ് പ്രസ് കൗൺസിൽ. അപ്പോൾ ഇതിനകത്ത് അരവിന്ദാക്ഷൻ എങ്ങനെയാണ് കയറിയത്? ഇവർ ചോദിക്കുന്ന അരവിന്ദാക്ഷനെ അയോഗ്യനാക്കിയിട്ടില്ല. അരവിന്ദാക്ഷനെ അയോഗ്യനാക്കേണ്ട കാര്യമില്ല. കാരണം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് 92 വകുപ്പ് അനുസരിച്ച് ഒരു കൗൺസിലർ, അത് ഞാനായാലും അരവിന്ദാക്ഷനായാലും ശരി, ചെയർമാനായാലും ശരി, 3 തൊട്ടടുത്ത മാസങ്ങളിലെ 3 യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അയാൾ സ്വമേധയാ അയോഗ്യനാണ്, ഡിസ്ക്വാളിഫൈഡ് ആണ്. പിന്നെ അതിൻ്റെ അടുത്ത നടപടിക്രമം സെക്രട്ടറി അയാളെ അയോഗ്യനാക്കി കത്ത് കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യേണ്ടത് ആരാണ്? അയോഗ്യനായ ഒരാൾ അയോഗ്യനായി എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ദേശമംഗലം പഞ്ചായത്തിൽ നടന്നതാണല്ലോ. ദേശമംഗലം പഞ്ചായത്തിൽ 4 മാസം മീറ്റിംഗ് പങ്കെടുക്കാത്ത പഞ്ചായത്ത് മെമ്പറെ സെക്രട്ടറി അയോഗ്യനായി എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇവിടെ നിയമം വേറെയാണോ? ഇത് 93-94 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് മുനിസിപ്പൽ ആക്ട് ഉണ്ടായത്. നഗരപാലിക ബില്ല് എന്ന് പറയുന്ന ബില്ല് പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുനിസിപ്പൽ ആക്ട്. ഭരണഘടനയുടെ ഭാഗമാണ് ഇത്. സെക്രട്ടറിക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിലപാടെടുത്തതിന് അച്ചടക്ക നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഗവൺമെൻറ്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിലെന്താ ഗവൺമെൻറ് നിലപാടെടുക്കണമെന്ന് അറിയട്ടെ. കാരണം സെക്രട്ടറിക്ക് ആ ഇരിക്കുന്ന ആൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, ആ ഇരിക്കുന്ന കസേരയ്ക്ക് രാഷ്ട്രീയമില്ല. അയാൾ എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ്. ആ എക്സിക്യൂട്ടീവ് അതോറിറ്റി നിയമം പാലിച്ച് കൗൺസിലിന് തെറ്റിയാൽ പോലും ഇതാണ് നിയമം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിയമം പാലിച്ച് മുന്നോട്ട് നടത്തേണ്ട ആളാണ്. അയാൾ തന്നെ പാർട്ടി സെക്രട്ടറിയുടെ രീതിയിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. അപ്പോൾ എന്തായാലും സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടി സർക്കാർ എടുത്തില്ലെങ്കിൽ അതുമായി കോടതിയിൽ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നൊരു ഉദ്യോഗസ്ഥൻ തോന്നിയ പോലെ രാഷ്ട്രീയ കളി കളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഹൈക്കോടതിയിൽ ഈ 1 മാസം കൂടി നോക്കി കണ്ടില്ലെങ്കിൽ ഹൈക്കോടതിയിൽ അർജി കൊടുക്കും. ഒരു സംശയം വിചാരിക്കേണ്ട. അതുപോലെ ട്രിബ്യൂണലിലും ഞങ്ങൾ പരാതി കൊടുക്കും. സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടി എടുത്തിരിക്കും. ചെയ്യേണ്ട പണി ചെയ്യാത്തതുകൊണ്ടാണ് നടപടി. ഇന്നും അരവിന്ദാക്ഷൻ കയറിയിരിക്കുക. നോക്കിയപ്പോൾ ആരും അയോഗ്യനാക്കിയിട്ടില്ല എന്ന് പറയണേ. അയോഗ്യനാക്കേണ്ട ആളാ സ്റ്റേജിലിരിക്കുക. എന്നിട്ട് ആരും അയോഗ്യനാക്കിയിട്ടില്ല. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഞങ്ങൾ നിയമപ്രകാരം അയോഗ്യനാക്കാനുള്ള കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്ത് അയോഗ്യനാവേണ്ടതല്ലല്ലോ ഒരാൾ. സെക്രട്ടറി ചെയ്യാതിരുന്നപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്തു. ആ കേസ് നടക്കുകയാണ്. 30-ാം തീയതി കേസ് വെച്ചിരിക്കുകയാണ്. ആ കേസ് നടപടി എടുക്കുന്നവരെ ഇയാൾ എടുക്കുമെന്ന് പറഞ്ഞാൽ ഇയാൾ അയോഗ്യനായ ആൾ ഒരു കാരണവശാലും ഇരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തെറ്റായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവാണ് വടക്കാഞ്ചേരി നഗരസഭ. രണ്ടാമത് 4 മാസമായി ഞങ്ങൾക്ക് മിനിറ്റ്സിൻ്റെ കോപ്പി കിട്ടിയിട്ട്. ഒരു നഗരസഭാ യോഗം കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ കരട് തയ്യാറാക്കി ചെയർമാൻ്റെ ഒപ്പിടിപ്പിച്ച് അത് പബ്ലിഷ് ചെയ്യണം നോട്ടീസ് ബോർഡിൽ. മാടക്കത്തറ പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ആട് വിതരണ പദ്ധതി പ്രസിഡന്റ് ചിറക്കാക്കോട് മൃഗാശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തു. 15,000 രൂപയ്ക്ക് 2 ആട്, 7,500 രൂപ ഗുണഭോക്താവ് അടയ്ക്കണം, 7,500 രൂപ പഞ്ചായത്ത് അടയ്ക്കും. ആട് വിതരണ പദ്ധതി പ്രകാരം കൊടകര കാർഷിക ക്ലബ്ബിൽ നിന്നും വാങ്ങിയ മലബാറി ആടുകളെയാണ് വിതരണം ചെയ്തത്. സാവിത്രി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുഷ്പ ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ സജീവ്, മിഥുൻ തീയത്തുപറമ്പിൽ, സിമി, വെറ്ററിനറി ഡോക്ടർ ശരണ്യ, അമൽ എന്നിവർ പങ്കെടുത്തു. 16 പേർക്ക് 2 ആട് വീതം വിതരണം ചെയ്തു. 5 വർഷമായി തുടരുന്ന പദ്ധതിയാണ് ആട് വിതരണം എന്ന് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ പറഞ്ഞു. തുടങ്ങാണ് ഒരു സമ്മാനമായിട്ട് തന്നെ തരുന്നു. ആടിന് മാത്രമല്ല പഞ്ചായത്തിൽ കൊടുക്കുന്നതിപ്പം ഗ്രാമസഭയിൽ അംഗീകരിച്ച 50 ഗുണഭോക്താക്കൾക്ക് ഇന്ന് കട്ടില് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൽ കട്ടില് കൊടുക്കുകയാണ് അംഗീകരിച്ച് വെച്ച ഗുണഭോക്താക്കൾക്ക്. പഞ്ചായത്തിൽ എത്രത്തോളം ആട്, പശു, കോഴി തന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ യാതൊരു കണക്കുമില്ലാത്ത രീതിയിൽ തന്നിട്ടുണ്ട്. അതനുസരിച്ച് വെറ്റിനറി ഡോക്ടർമാരോ സ്റ്റാഫുകളോ ഒരു സർവേ പഞ്ചായത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു തൊഴുത്തിൽ പശുവില്ല, ഒരു തൊഴുത്തിൽ ആടില്ല, ഒരു കൂട്ടിലും കോഴിയില്ല. അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് പഞ്ചായത്തിന് വേണ്ടി പറയാനുള്ളത് ഇത് നമുക്കൊരു വരുമാനം ഉണ്ടാകുന്ന പ്രൊജക്റ്റാണ്. ആടിനെ സംബന്ധിച്ച് പെട്ടെന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അത് മറിച്ച് കച്ചവടം ചെയ്താലും നമ്മുടെ കൂട്ടിലേക്ക് ഒരു പെടക്കുട്ടിയെ വാങ്ങിച്ച് ഇടാവുന്ന രീതിയിലേക്ക് ആയിരിക്കണം മറിച്ച് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്തായാലും ഇത് നിരന്തരമായി അന്യം ഇടാതെ, അതായത് കൂടുതൽ ആടില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാവരുത്. നല്ല രീതിയിൽ നോക്കാനും നല്ല രീതിയിൽ വളർത്താനും അതിന് വേണ്ടുന്ന ഒരു ഇൻഷുറൻസ് സംവിധാനം ഇൻഷുറൻസ് സംവിധാനം അടക്കമാണ് ഇവിടുന്ന് നടത്തരുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം 30-ാം തീയതി പശുവിനെ കൊടുക്കുകയാണ്. പശുവിന് പാസ്സായിട്ട് ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റിൽ പശുവിനെ കൊടുക്കുമ്പോൾ 30,000 രൂപ സബ്സിഡി, 30,000 രൂപ ലോണുമാണ്. 60,000 രൂപയുടെ പശുവിനെയാണ് കൊടുക്കുന്നത്.
ഒരു കരാർ പറയുന്നത് നമ്മുടെ പഞ്ചായത്തിനുള്ളിലത്തെ അല്ലാതെ തൊട്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്നായാലും വാങ്ങിക്കാം. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തൊഴിൽ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കെസ്റു പദ്ധതി പ്രകാരം 1 ലക്ഷം രൂപ വരെ ബാങ്ക് വായ്പ ലഭിക്കും. തുകയുടെ 20% സബ്സിഡിയുണ്ട്. 21നും 50നും ഇടയിൽ പ്രായമുള്ള കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടുക. ലഹരിയെ തടയാൻ കളിസ്ഥലങ്ങൾ തിരിച്ചുപിടിക്കാൻ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് മേജർ PJ സ്റ്റൈജു. വെൺമനാട് ഹയർ സെക്കൻഡറി സ്കൂൾ, ഒരുമനയൂർ ഇസ്ലാമിക് സ്കൂളിൽ നടത്തുന്ന NSS ക്യാമ്പിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു. കളിക്കളങ്ങളിലെ സൗഹൃദങ്ങളും വ്യായാമശീലവും നഷ്ടപ്പെട്ടു. ഒരു പരിധിവരെ യുവതലമുറയെ ലഹരിയിലേക്ക് ആകർഷിക്കുന്നതിന്റെ മുഖ്യ കാരണമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാലയങ്ങളും പഞ്ചായത്തുകളും കളിസ്ഥലങ്ങൾ പുനർനിർമ്മിക്കാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണം. കളികളിലൂടെയും പുസ്തക വായനയിലൂടെയും ഒരു പരിധിവരെ ലഹരിയെ തടയാം. സ്കൂൾ പ്രിൻസിപ്പൽ K. ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ NJ ആൻസി, അധ്യാപകരായ ഡോക്ടർ VV നിഷ, VJ ഷിജി,
MT ദിൽ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളായ M ഫാസിൽ, MA മർവ ഫാത്തിമ എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. സപ്തദിന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. കരുമത്ര ആരോഗ്യമാതാ പള്ളിയിൽ ഡീക്കൻ ക്ലിൻ പാണങ്ങാടന്റെ പൗരോഹിത്യ സ്വീകരണവും നവബലിയും നടന്നു. ഇടവകാതിർത്തിയിൽ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും ഡീക്കൻ ക്ലിൻ പാണങ്ങാടനെയും സ്വീകരിച്ച് കരുമത്ര സെന്ററിൽ വൈദികരുടെയും സന്യസ്തരുടെയും ഇടവക ജനങ്ങളുടെയും നേതൃത്വത്തിൽ പള്ളിയിലേക്ക് ആനയിച്ചു. മാർ ആൻഡ്രൂസ് താഴത്തിന്റെ കൈവെപ്പ് പ്രാർത്ഥന നടന്ന ശേഷം സഹകാർമ്മികൻ ക്ലിൻസൺ കാട്ടുപറമ്പിൽ, ഫാദർ ബിജു പാണങ്ങാടൻ, ആർച്ച് ഡീക്കൻ റോബിൻ, ഡിങ്കിൾ വാഴപ്പള്ളി, ആന്റണി ആലുക്ക, ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട്, പോൾ ആലപ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. നവവൈദികന്റെ നന്ദി പ്രകടനത്തോടെ പരിപാടികൾ സമാപിച്ചു. വൈകിട്ട് 6 മണിക്ക് നടന്ന അനുമോദന യോഗം സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വെട്ടുക്കാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾ ഒരുമിച്ച് പൗരോഹിത്യം സ്വീകരിക്കുകയും പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. വെട്ടുക്കാട് സെന്റ് ജോസഫ് പള്ളിയിലെ ഇടവകാംഗമായ ചെറുതാണിക്കൽ തോമസ് വത്സ ദമ്പതികളുടെ 3 മക്കളിൽ മുതിർന്ന 2 പേർ പ്രിൻസ് ഫ്രാങ്കോ എന്നിവരാണ് തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിലിന്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ തിരുപ്പട്ടം സ്വീകരിച്ചത്. ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, ഫാദർ വർഗീസ് എടക്കളത്തൂർ, ഫാദർ റോയ് മൂക്കൻ, ഫാദർ സിൻഡോ തൊറയൻ, ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ, ഫാദർ ഷിബു നടുവിൽപ്പറമ്പിൽ തുടങ്ങിയവർ സഹകാർമ്മികരായി. ത്രിത്വൈക ദൈവത്തെ സഭയിലുമുള്ള സത്യവിശ്വാസം ഉൾക്കൊള്ളാനും പഠിപ്പിക്കാനും സംരക്ഷിക്കാനും വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് ഒരു വൈദികൻ. ഈ ദൗത്യം അനുസ്മരിച്ചുകൊണ്ട് തിരുപ്പട്ട ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ബിഷപ്പ് ഷാനമാർ സഭയുടെ പ്രതിനിധിയായ അഭിമന്യ പിതാവിന് മുൻപാകെ മുട്ടുകുത്തി വിശ്വാസ പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്നു. അയോഗ്യനായ ഞാൻ വിശംസാന തോമസ് എന്ന പ്രിൻസ്, അയോഗ്യനായ ഞാൻ വിശംസാന ഫ്രോണിസ് എന്ന ഫ്രാങ്കോ, അത്യുന്നതനായ ദൈവത്തിന്റെ ഹൃദയ മാർത്തോണി മെത്രാന് മുമ്പാകെ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദിജാതനും യുഗങ്ങളെല്ലാം മുൻപ് പിതാവാണ് ജനിച്ചവനും എല്ലാ സൃഷ്ടിയും. നമുക്ക് ഈ സമയം ഭക്തിപൂർവ്വം ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കാം. നിങ്ങളിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. തിരുപ്പട്ട ദാനത്തിന്റെ പ്രത്യേക ശുശ്രൂഷ അഭിമന്യ പിതാവിന്റെയും വൈദികരുടെയും സംയുക്ത നേതൃത്വത്തിൽ ആരംഭിക്കുകയാണ്. ഇതിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്നുകൊണ്ട് ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിന്നലങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല. മറ്റൊരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നീരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജുവല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സീനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ 43ാമത് ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 30-ന് VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. 14 ജില്ലാ ടീമുകളും കേരള പോലീസ് ടീമും പങ്കെടുക്കാനെത്തും. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം ലഭിക്കുന്ന കളിക്കാർ ദേശീയ മത്സരത്തിലും ക്വാളിഫൈ ചെയ്യുന്ന താരങ്ങൾ ഫെബ്രുവരിയിൽ നടക്കുന്ന ദേശീയ ഗെയിംസിലും കേരളത്തെ പ്രതിനിധീകരിക്കും. മറ്റ് 2 ഏരിയകളിലായി പുരുഷ വനിതാ വിഭാഗ മത്സരങ്ങൾ നടക്കും. 11 മണിയോടെ മത്സരങ്ങൾ ആരംഭിക്കും. പങ്കെടുക്കാനെത്തുന്ന മുഴുവൻ കളിക്കാർക്കും ഒഫീഷ്യൽസിനുമുള്ള ഭക്ഷണമടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും സംഘാടകരായ കേരള ജൂഡോ അസോസിയേഷൻ ഒരുക്കിയിരിക്കുന്നു. ഓട്ടോമൊബൈൽ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം കൃഷ്ണ ബ്രദേഴ്സ് ബിൽഡിംഗിൽ 30-ന് രാവിലെ 10-ന് ex-MP TN പ്രതാപൻ നിർവഹിക്കും. നഗരസഭ തെക്കുംകര, എരുമപ്പെട്ടി, മുള്ളൂർക്കര എന്നീ പഞ്ചായത്തുകളും സംഘത്തിന്റെ പ്രവർത്തന മേഖലകളാണ്. പ്രസിഡന്റ് TP ഗിരീശൻ, ഡയറക്ടർമാരായ OR രാമചന്ദ്രൻ, VG സുരേഷ് കുമാർ, സെക്രട്ടറി ലൈല സക്കീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത്തരത്തില് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘം, വർഷങ്ങളായിട്ട് വളരെ ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ്. എല്ലാ മെമ്പർമാർക്കും 10% ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സംഘമാണ്. അത്തരത്തിൽ വടക്കാഞ്ചേരിയിലെ ഒരു വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സംഘം എന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ പുതിയ കെട്ടിടത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഓഫീസിലേക്ക് ഞങ്ങൾ മാറുന്നത്. സ്ഥലത്തിൻ്റെ പരിമിതിയും അതുപോലെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ ഓഫീസ്. അപ്പോൾ പ്രായമായവർക്ക് കയറി വരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കണക്കിലെടുത്തിട്ടാണ് അത് താഴേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് മാറുകയും അതുപോലെ തന്നെ നവീകരിച്ച ഒരു കുറച്ചുകൂടി കൂടുതൽ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഓഫീസിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാവരുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. മുൻകാലങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച കട്ടിലപ്പൂവം പേരിയിൽ പരേതനായ തോമസ് മകൻ കുര്യാക്കോസ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ യമുന തീരത്ത് നടന്നു. ജനുവരി 14 നടക്കുന്ന ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് മകരച്ചൊവ്വ നടത്തിപ്പുമായി ബന്ധപ്പെട്ട യോഗം മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അപലപനീയമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. DCC ഓഫീസിൽ മൻമോഹൻ സിംഗ് അനുസ്മരണം തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അയോഗ്യനായ കൌൺസിലർ PR അരവിന്ദാക്ഷൻ പങ്കെടുത്ത ജനറൽ കൌൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.